ഡെക്കോറാണ്. അതിന് വീട്ടിൽ ആവശ്യമില്ലാത്തൊരു കാർഡ്ബോർഡ് പേപ്പറോ അങ്ങനെ കട്ടിയുള്ള എന്തെങ്കിലും ഒരു സാധനം എടുക്കുക. കാർഡ്ബോർഡ് ആവണമെന്നില്ല, ഫോം ബോർഡോ എന്തായാലും പ്രശ്നമല്ല. ഞാനിപ്പോൾ കാർഡ്ബോർഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പ് വരച്ച് കിട്ടണം. അപ്പം 2 ലെയറായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ റൗണ്ട് വരച്ചെടുക്കുക. അതിനുശേഷം ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു റൗണ്ടിൻ്റെ ഭാഗവും കൂടി കട്ട് ചെയ്ത് മാറ്റണം. നിങ്ങൾക്ക് വീട്ടിൽ നൈഫോ എന്തായാലും പ്രശ്നമല്ല. ഞാനിപ്പോൾ കത്രിക കൊണ്ട് തന്നെയാണ് കട്ട് ചെയ്തത്. അപ്പം നമുക്കൊരു പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു മാസ്കിംഗ് ടാപ്പോ അല്ലെങ്കിൽ പെയിൻറ്റോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ റൗണ്ട് ഒരു വൈറ്റ് കളറാക്കി മാറ്റാം. നെക്സ്റ്റ് നമുക്കൊരു പേപ്പറാണ് വേണ്ടത്. അത് ഒരു 2 ഭാഗം ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കത്രിക കൊണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് അത് നിങ്ങൾക്ക് എത്ര ചെറുതാക്കാൻ പറ്റുന്നോ അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. എനിവേ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ്, അതായത് ഈ ഡെയ്സി ഫ്ലവേഴ്സിൻ്റെ സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാനിവിടെ കൈകൊണ്ട് പെൻസിൽ കൊണ്ട് വരച്ചിട്ട് പെയിൻറ് ചെയ്യാണ് പോകുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്കത് ചെയ്യാം. അപ്പം ഞാനിങ്ങനെ ആദ്യം 4 ഫ്ലവറിൻ്റെ പെറ്റൽസ് മാത്രം വരച്ചിട്ട് ബാക്കി വരുന്ന ഗ്യാപ്പ് ഇങ്ങനെ ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. പെർഫെക്റ്റ് ഫ്ലവർ ആവണമെന്നൊന്നുമില്ല. ഒരു ഇങ്ങനത്തെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടിയാൽ മാത്രം മതി. ഞാനിവിടെ 14 ഫ്ലവറാണ് ഇപ്പോൾ വരച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഫ്ലവേഴ്സിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് ഞാനിപ്പോൾ 14 ഫ്ലവേഴ്സാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിങ്ങനെ കത്രിക കൊണ്ട് അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് പോലെ ആക്കിയെടുക്കുക. 14 ഫ്ലവേഴ്സ് എന്ന് പറയുമ്പം 4 നൂലിൽ നമുക്ക് ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന അത്രയും ഫ്ലവറാണ്. നിങ്ങൾക്ക് 5ഓ 6ഓ ആണെങ്കിൽ അതിൽ കൂടുതൽ ഫ്ലവേഴ്സും എടുക്കാവുന്നതാണ്. അടുത്തത് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാബ്രിക് പെയിൻ്റ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും അത് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഓയിൽ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഫാബ്രിക് ഇല്ലായിരുന്നു. നെക്സ്റ്റ് ഒരു ത്രെഡ് എടുക്കുക. അത് 4 പീസാക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത്ത് എടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത ത്രെഡ് വീഡിയോയിൽ കാണുന്നത് പോലെ ഗ്യാപ്പ് ഇട്ടിട്ട് ഫ്ലവേഴ്സ് ഓരോന്നും താഴോട്ട് ഒരു ത്രെഡിൽ 3 ആണെങ്കിൽ മറ്റേ ത്രെഡിൽ 4 ഫ്ലവർ വെച്ചിട്ട് സെല്ലോ ടാപ്പ് ചെയ്തിട്ട് ഒട്ടിച്ച് മാറ്റുക. 4 ത്രെഡിലും കണ്ടിന്യൂസ് ആയിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യാം. നേരത്തെ എടുത്ത റൗണ്ട് ഷേപ്പുള്ള കാർഡ്ബോർഡ് പീസുമേൽ ആ ത്രെഡ് 4 ഭാഗത്തും സെല്ലോ ടേപ്പോ മാസ്കിംഗ് ടേപ്പോ ഫെവിക്കോളോ വെച്ച് ഒട്ടിക്കുക. വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് വാൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വെരി സിമ്പിൾ